ഒന്ന് വേഗം ശരിയാക്കി തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വേഗം ശരിയാക്കി തരാൻ എങ്ങനെയാ പറ്റുന്നത്? അത് ഇത്ര തിരക്ക്? അല്ല ബാക്കിയെല്ലാ കാര്യങ്ങളും അതിപ്പം നടന്നോ? ഏതാ? അല്ല കട വേഗം തുടങ്ങാൻ വേണ്ടിയിട്ടാ. അതിപ്പോ എല്ലാരും വേഗം കട തുറക്കാൻ തന്നെയല്ലേ ലൈസൻസ് ഒക്കെ എടുക്കുന്നേ. അപ്പൊ സാറേ കുറച്ച് കടയിലുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു കട വേഗം തുടങ്ങിയാല് എനിക്കൊരു വരുമാനാവൂലേ? ഓക്കെ. അത് ശരിയാണ്, അത് നിങ്ങളെ കാര്യം. ഇത് പക്ഷെ ഒരു ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് തരാൻ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ മറികടന്നിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് തരണ്ടിക്കല്. അതിന് മുന്നേ തന്ന കുറെ ആൾക്കാരുണ്ട്. ഉം. അല്ല സാറെന്താ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞാൽ മതി. എന്ത്? അല്ല എന്ത് മാനദണ്ഡ? അത് അതിപ്പം ഞാൻ അവിടെ വരണം, നിങ്ങളെ ഷോപ്പ് കണ്ടിനി അത് നിങ്ങൾ പറയുന്ന ഈ ഇത് ഷോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ എനിക്കതിന് ലൈസൻസ് തരാനും പറ്റത്തില്ല. അല്ല പിന്നെ നല്ല സ്ഥലമാണ്, ഒരു ഷോപ്പ് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അല്ല, അത് നിങ്ങൾ പറഞ്ഞപ്പോലെ ഞാൻ കണ്ട് ബോധ്യപ്പെടണ്ടേ? ഞാൻ സാറ് വന്നൊന്ന് നോക്ക്, അല്ല അപ്പോഴല്ലേ ബോധ്യമാവുള്ളൂ. അതെ നോക്കാം. അത് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാന് കുറച്ചൊരു കാര്യമായൊരു തിരക്കിൽ നിൽക്കുന്ന സമയമാണ്. ഞാനൊരു കാര്യം ചെയ്യാം. പിന്നെ നിങ്ങളെ ഒന്ന് മനസ്സ് വെച്ചാല് ലൈസൻസ് പെട്ടെന്ന് തരേണ്ട രീതിയിൽ നോക്കാം. അല്ല എന്താ സാറെന്താ ഉദ്ദേശിക്കുന്നേ അത് പറ. എന്നാലേ എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, അതുകൊണ്ടാ. അതായത് ലൈസൻസ് പെട്ടെന്ന് തരണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തരാം. കാശിനാ? കാശിനൊന്നുമല്ല, അതൊക്കെ മോശമല്ലേ കാശൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്നത്. അത് അങ്ങനെ ഒരു ആളൊന്നുമല്ല ഞാൻ, കാശൊക്കെ വാങ്ങിച്ചിട്ട്. അത് ഇന്ന് ജയപ്പുളത്ത് നമ്മളെ നിയമവിരുദ്ധമല്ലേ അങ്ങനെയൊക്കെ. അതൊന്നുമല്ല. ഞാനിപ്പം ഇത് നിങ്ങൾക്ക് തരുന്നതിന് മുന്നേ അപേക്ഷ തന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ലൈസൻസ് തരാതെ അതിന് മുൻപിൽ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറിയ ഒരു പറഞ്ഞു. കാശ് വേണ്ട, പിന്നെ എന്നാ ഉദ്ദേശിക്കുന്നത് അതും കൂടി പറ, എന്നാലേ എനിക്ക് മനസ്സിലാവൂ. അതായത് ഞാൻ നിങ്ങളോട് കാശ് വേണ്ട എന്ന് പറയുന്നു. പിന്നെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എന്ന് പറയുമ്പോ നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്കത് മനസ്സിലാവൂലേ? നിങ്ങൾ എന്താണ് കാശ് വേണ്ട, നിങ്ങളെ കാര്യം നടക്കണമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ വേണ്ടേ ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്ന ഒരു ഓണർക്ക്? അല്ല സാറ് ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലാണല്ലേ? അങ്ങനെ വേറെ രീതിയിലൊന്നുമല്ല, ശരിയായ രീതിയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിനി ഇത് പുറത്ത് വേറെ ആരോടും പോയി ചർച്ച ചെയ്യാനൊന്നും നിൽക്കണ്ട. പിന്നെ ചിലപ്പോൾ ലൈസൻസേ കിട്ടത്തില്ല കേട്ടോ. അല്ല സാറ് പിന്നെ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ എന്താ ചെയ്യാ? കാശ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞില്ലേ, കാശ് ആർക്കാ വേണ്ടേ? കാശ് ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശൊക്കെ ഇല്ലേ? കാശൊന്നുമല്ല വേണ്ടത്. അതായത് നിങ്ങളൊരു ഒന്ന് മനസ്സ് വെച്ചാൽ ലൈസൻസ് മനസ്സിലായി. മറ്റൊന്ന് സാറ് പറയുന്നത് ഏത് റൂട്ടിലാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടാണ് ഈ ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്നത്. സാറ് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറ് വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും. കറക്റ്റ്, ഇപ്പൊ മനസ്സിലായല്ലോ. അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പോ ഒന്നിക്ക് അവിടെ ഉണ്ടാവുക, എന്റെ കൂടെ ഒന്ന് വണ്ടിയിൽ നമുക്കൊന്ന് കറങ്ങാനൊക്കെ ഒന്ന് വരുക. ഒരു തവണ മാത്രം. പിറ്റേ ദിവസം ഞാൻ ലൈസൻസ് അവിടെ എത്തിച്ചിരിക്കും. പറ്റുമോ? പറ്റൂല സാറേ. എന്താണ് കുഴപ്പം? ലൈസൻസ് വേണ്ടേ? കട തുടങ്ങണ്ടേ? അല്ല ലൈസൻസ് വേണം, കടയും തുടങ്ങണം.
പക്ഷേ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ശരിയാവും തോന്നിയോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന് മനസ്സ് വെച്ചാ ഇത് ശരിയാവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പലരും വലിയ ലെവലിലേക്ക് എത്തുന്നത്. ഇത് എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ. എന്ത് ലെവലില്? എനക്ക് പിന്നെ ഈ കട തുടങ്ങേണ്ട ലൈസൻസ് അല്ലേ സാർ തരണ്ടു? ലൈസൻസ് ഞാൻ തരണ്ടേ? എന്നാലല്ലേ കട തുടങ്ങാൻ പറ്റൂ. അതെ, അതെങ്ങനെയാ ഈ വലിയ ലെവലിലെത്തും? അങ്ങനെയൊക്കെ തന്നെ. ഇങ്ങനെ ലൈസൻസ് നേടി അവിടുന്ന് കച്ചവടമൊക്കെ ഷോപ്പൊക്കെ തുടങ്ങി വലിയ ലെവലിലെത്തും. ഇത് വേണ്ടാതിങ്ങനെ ഒന്നും അറിയാതെ പോലെ കളിച്ചാലല്ലേ എടി എത്താണ്ടാവുക. നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉള്ള കൂട്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണ് വലിയ ലെവലിലേക്ക് എത്തുന്നത്. ചിലയിടത്ത് ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റും ചില സഹകരണമൊക്കെ ഉണ്ടാവണ്ടേ. കട തുടങ്ങാൻ ലൈസൻസിന് ചോദിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലോ? എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഇതേ ചോദിക്കുള്ളൂ. വേറെന്ത് ചോദിക്കാനാ? എനിക്ക് ഈ കാശിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവുന്നില്ല. എനിക്ക് ഇഷ്ടംപോലെ ശമ്പളം കിട്ടുന്നില്ല. നമ്മുടെ ജോലിക്കുള്ള കൂലി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതെ, സാറിന് ശമ്പളം കിട്ടുന്നുണ്ട്. ഞാനിത് കട തുടങ്ങിയിട്ട് വേണം എനിക്ക് കടം തീർക്കാൻ. അതുകൊണ്ടല്ലേ പറഞ്ഞേ, കട തുടങ്ങിയിട്ട് വേണം കടം തീർക്കാൻ. അതിനുള്ള മാർഗ്ഗമല്ലേ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ലൈസൻസ് കിട്ടാനുള്ള പണിയല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെ പിന്നെ നമ്മൾ ഈ എന്താ പറയാ, ഇതിന്റെ റൂട്ടുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുറേ സമയം എടുക്കും ലൈസൻസ് കിട്ടാൻ. അപ്പൊ നിങ്ങൾ ഈ കടയെടുത്ത് വെച്ച റൂമിന്റെ വാടകയെല്ലാം പിന്നെ റെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അല്ല, ഞാൻ ഇതിന് നിന്നിട്ടില്ലെങ്കിൽ സാർ ലൈസൻസ് തരൂല എന്ന് ഞാൻ പറയില്ല. ലൈസൻസ് കിട്ടും, പക്ഷെ എപ്പോൾ കിട്ടുമെന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിന് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കയറി പോവാൻ നമ്മൾ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഭാഗത്തുനിന്നൊരു റിസ്ക് എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിഫലം വരണ്ടേ? അതന്നെ ഞാൻ കാശ് തരാന്ന് പറഞ്ഞു. കാശ് വാങ്ങിക്കുന്ന കുറ്റാണ്, അതൊന്നും ചെയ്യരുത്. കാശൊക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും വാങ്ങിക്കല്? സാർ എപ്പോഴാ വരുന്നത് പറഞ്ഞത്? അത് ഞാൻ എപ്പം വരണം എന്നുള്ളതും നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിച്ചാൽ എപ്പോൾ വേണ്ടി, നാളെ വേണ്ടിക്ക് നാളെ വരും, മറ്റന്നാൾ വേണ്ടിക്ക് മറ്റന്നാൾ വരും. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നിന്നാല് സാറ് ലൈസൻസ് തരും. അങ്ങനെ നിന്നാല് നല്ല, നിന്നാലും കിടന്നാലൊക്കെ മതി, എങ്ങനെയായാലും ലൈസൻസ് തരും. പറ്റുമോ? ഇതൊന്നും അത് ഞാൻ എന്താ ചെയ്യാ? ഇത് വലിയ കാര്യാക്കി നടക്കണ്ട. എന്താ നടന്ന് വേർപ്പ് കുടിച്ചിട്ടാണോ ചുമ പിടിച്ചത്? സാറിന്റെ അടുത്ത് തന്നെ ഞാൻ പലതവണ വന്നില്ലേ? പലതവണ വന്നത് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇത് എങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്നുള്ള വിഷയം ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചത് നന്നായി. ഇപ്പൊ ഞാൻ പറയാനുള്ള മൂഡിലായതുകൊണ്ട് പറഞ്ഞതല്ലേ, ഞാൻ ഇത് പറയത്തില്ല. ഇയാളിങ്ങനെ ഓഫീസിൽ വന്നുകൊണ്ടേ ഇരിക്കണം. എനിക്ക് അതൊക്കെ അങ്ങനെയാണ്. നമ്മള് ഒരു സഹകരണം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തരാന്ന് വിചാരിച്ചത്. വേറെ ആരെങ്കിലും അതും ചെയ്യത്തില്ല. എന്റെ വീട്ടില് നാളെയെല്ലാം കുറച്ച് ആളുണ്ടാവും. അതിന് ഞാൻ വീട്ടിൽ തന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇയാൾ എൻ്റെ കൂടെ എന്നെ കാണാൻ ഇങ്ങ് പോവാം. ഇവിടുന്ന് സൈറ്റ് നോക്കാൻ പോകുന്ന രീതിയിൽ എൻ്റെ വണ്ടി കയറി നമുക്കൊരു പോക്കങ്ങ് പോവാം. എന്നെ കാണാൻ വരിക, ഇവിടുന്ന് എന്നാൽ പോവാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാർ എടുക്കാം. അത് ഇവിടുത്തെ ഓഫീസിലെ വണ്ടി വേണ്ട, അതിലങ്ങ് പോവാ. സൈറ്റിൽ പോകേണ്ടതാണ്. ഒരു കറക്കം കറങ്ങി നാളെ തന്നെ ലൈസൻസ് കയ്യിലായി. പിന്നെന്ത് സൈറ്റൊക്കെ പിന്നെ ആർക്കാ കാണണ്ടേ? എന്നോട് മാത്രമാണോ അതോ അങ്ങനെ എല്ലാരോടും അങ്ങനെ? ചില ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുമ്പോല്ലേ, കാണാൻ ഒരു ഇഷ്ടമൊക്കെ തോന്നുമ്പോല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അതൊരു സൗഹൃദ വലയത്തില് ആക്കി എടുക്കുക, സംസാരിക്കുന്നതല്ലേ. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈസൻസ് തരാമെന്ന് വിചാരിച്ചു. എന്റെ കാര്യം പറഞ്ഞു. സൗഹൃദം എന്ന് പറയുമ്പോ ഇത് മാത്രമല്ലല്ലോ സാറേ. നമ്മള് നല്ല ഇതില് സംസാരിച്ചാലും സൗഹൃദമാവുമല്ലോ.
നല്ല രീതിയിൽ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇതന്നെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പൊക്കെ വേണ്ടേ? ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് തിരിച്ച് ഇങ്ങോട്ടൊരു സഹായം, അത്രേ ഉള്ളൂ. ഇത് വല്ലാതൊരു സഹായിപ്പോയില്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വല്ലാതൊരു സഹായമൊന്നുമില്ല. ഇത് ഇങ്ങനെ ഉണ്ടായാലും മാത്രമേ എനിക്ക് ലൈസൻസ് തരൂ? ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തരണമെങ്കിൽ ഇങ്ങനെ ഉണ്ടായാലേ പെട്ടെന്ന് തരുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെതായ റൂട്ടിൽ അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ പോകും. അതാണ് പലർക്കും ഇങ്ങനത്തെ ലൈസൻസിനൊക്കെ പോയാൽ കിട്ടാത്തത്. കാരണം ആരും ഇങ്ങനത്തെ സഹകരണമൊന്നും ചെയ്യൂല. പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല, നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് കൊടുക്കുന്ന പതുക്കെ അതിന്റെ റൂട്ടിലൂടെ കാര്യങ്ങൾ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് ദിവസം മാസങ്ങളൊക്കെ ഇങ്ങനെ പോകും. മാസങ്ങളായിട്ട് കിട്ടിയിട്ടും കാര്യമില്ല എനിക്ക്. അതില്ല, അത് പറയാൻ പെട്ടെന്ന് ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്ന പെട്ടെന്ന് തുടങ്ങുന്നതല്ലേ നല്ലേ. അപ്പൊ അതിന് ചെറിയ ഇങ്ങനെയുള്ള ചെറിയൊരു ഒരു കണ്ണടച്ചുകൊണ്ടുള്ള സഹായം ചെയ്താൽ കഴിഞ്ഞില്ലേ? ഇതൊക്കെ എന്ത്? പറ, ഓക്കെ ആണെങ്കിൽ പറ. നമുക്ക് വേഗം ഷോപ്പ് തുടങ്ങുകയും വേണം, ലൈസൻസ് കിട്ടണം. അപ്പൊ ഓക്കെ, ലൈസൻസ് ഞാൻ പെട്ടെന്ന് തരും. എനിക്കും ഇതൊന്ന് പെട്ടെന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ലൈസൻസ് എപ്പോൾ തരും? ലൈസൻസ് മറ്റന്നാൾ തരും. ഉറപ്പാണോ? ഉറപ്പയാ, ഇതൊക്കെ എങ്ങനെ ഉറപ്പന്നല്ലേ. നാളെ വന്നാലും മറ്റന്നാൾ ലൈസൻസ് തരും. ലൈസൻസ് വാങ്ങിക്കാൻ മറ്റന്നാളേക്ക് വന്നോളൂ. പിന്നെ നാളെ അത് നമുക്ക് നാളെ സംസാരിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ ലൈസൻസിന്റെ പണി കഴിഞ്ഞിട്ടല്ലേ ഞാൻ വേറൊരു ജോലി ചെയ്യത്തുള്ളൂ. നമ്മൾ വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ. അല്ല, ഇനി ഇത് ഞാൻ നാളെ വന്നു കഴിഞ്ഞാല് ആദ്യം വാക്ക് മാറുമോ? അങ്ങനെയൊന്നുമില്ല, ഒറ്റ വാക്ക്. പക്ഷേ ഞാൻ പണിയൊപ്പിച്ചേ. ഇല്ല, അതിനെപ്പറ്റി പേടിക്കുകയോ വേണ്ട. ഒറ്റ വാക്ക്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഓക്കെ, പറഞ്ഞോളൂ.